ഒരു കേസിലെ പ്രതിയെ, അന്വേഷണം നടക്കുന്ന ഒരു പ്രതിയെ അയാളെയും കൊണ്ട് കാറിനകത്ത് യാത്ര ചെയ്യുക. സർക്കാർ കൊടുത്തേക്കുന്ന കാറാണ്, അല്ലാതെ ബഹുമുഖ്യമന്ത്രിയുടെ തറവാട്ട് വകയൊന്നും അല്ല കാറ്, കേരളത്തിൻ്റെ സമ്പത്താണ്. ആ കാറിനകത്ത് വെള്ളാപ്പള്ളി ഇതുപോലുള്ള ഒരു കേസിലെ പ്രതിയും കൊണ്ടാണ് കയറി യാത്ര ചെയ്തത്. അവിടെ ചെന്ന് ഇറങ്ങി പമ്പയിൽ, കാരണം വളരെ ഇത് അങ്ങോട്ട് പോകണ്ടേ. എന്നിട്ട് പറയും വെള്ളാപ്പള്ളിക്ക് അപ്പം അവിടെ ചെന്നപ്പോൾ ഒരു വെളിപാടുണ്ടായി കേട്ടോ. കാറിനകത്ത് ഇത്ര യാത്ര ചെയ്തല്ലോ. അപ്പോൾ ഉണ്ടായത് ശ്രീ പിണറായി വിജയൻ ഒരു ഭക്തനാണ്, കണ്ടുപിടിച്ചു കേട്ടോ. എവിടുന്ന ഭക്തി എന്നുള്ളത് നമുക്കറിയില്ല. നിരീശ്വരവാദിയാണെന്നാണ് പറഞ്ഞുകൊണ്ട് ഇതുവരെ നടന്നത്. ഇപ്പം എങ്ങനെ ഇന്നലെ അയ്യപ്പൻ്റെ പ്രതിമയൊക്കെ ഏറ്റുവാങ്ങുന്നതൊക്കെ കണ്ടു കേട്ടോ അവിടുന്ന്. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും നിരീശ്വരവാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ആള്, മാർക്സിസ്റ്റുകാർ സാധാരണ എങ്ങനെ പറയുന്നത് കേട്ടോ, എനിക്കിതിനെക്കുറിച്ച് അറിഞ്ഞൂടാ. ഏതായാലും ഇപ്പോൾ നിരീശ്വരവാദിയൊന്നും അല്ല, ഇപ്പോൾ ഭക്തനായി എന്ന് വെള്ളാപ്പള്ളി കണ്ടുപിടിച്ചു. അപ്പോൾ വെള്ളാപ്പള്ളി നമ്മുടെ ബഹുമുഖ്യമന്ത്രിയെ ഒരുപാട് പൊഴുതുന്നു. അതുപോലെ ബഹുമുഖ്യമന്ത്രി കിട്ടുന്ന അവസരത്തിലെല്ലാം വെള്ളാപ്പള്ളി നന്മയുടെ നിറകുടം, ശ്രീനാരായണ ഗുരുവിന് തുല്യം, ഈ രീതിയിലൊക്കെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇവരങ്ങ് പൊഴുതും. അതാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം.